പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു മൂങ്ങ സന്യാസി ജീവിച്ചിരുന്നു. മൂങ്ങ സന്യാസിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു കുരങ്ങൻ, മുയൽ, കരടി, ആന. ഇവർ 4 പേരായിരുന്നു മൂങ്ങ സന്യാസിയുടെ ശിഷ്യന്മാർ. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. എന്റെ പ്രിയ ശിഷ്യരെ, നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഈ 3 വളയങ്ങൾ ഭൂമിയിലെ 3 വലിയ ശക്തികളായ വായു, ജലം, തീ അവ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയും. ഏത് ആപത്തിൽ നിന്നും ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷിക്കാനും കഴിയും. വരൂ, ഓരോരുത്തരായി വന്ന് വളയം ധരിക്കൂ. കാറ്റിന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആകാശത്തിലൂടെ പറക്കും. ജലത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവൻ രക്ഷിക്കുകയും ഭൂമിയുടെ ദാഹം തീർക്കുകയും ചെയ്യും. തീയുടെ അനുഗ്രഹത്താൽ ഈ കാടിനെ സംരക്ഷിക്കും. ഇത് കണ്ട ആനയ്ക്ക് സങ്കടമായി. അവന് കൊടുക്കാൻ വളയങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ആനക്കുട്ട, നീ വിഷമിക്കരുത്. നിന്റെ ശക്തി തെളിയിക്കാൻ നിനക്ക് ഇതുപോലുള്ള മാന്ത്രിക വലയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. എന്നെ അനുഗ്രഹിച്ചാലൂ. പിന്നൊരു കാര്യം, ഈ വളയത്തിന്റെ ശക്തി അനാവശ്യമായോ മറ്റു ജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചെടുക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുരങ്ങനും മുയലും കരടിയും അവരുടെ കൂട്ടുകാർക്കൊപ്പം അവരുടെ മാന്ത്രിക കഴിവുകൾ മറച്ചു വെച്ചുകൊണ്ട് കാട്ടിൽ സാധാരണ മൃഗങ്ങളെ പോലെ പെരുമാറി. അതേസമയം ബുദ്ധിമാനായ ആന അവന്റെ അറിവ് കൂട്ടുകാർക്ക് വേണ്ടി പങ്കിട്ട് അവരെ സഹായിച്ചു. ഓഹോ, അപ്പോ അവൻ മാത്രം അവന്റെ കഴിവ് വെച്ച് കാട്ടിൽ വലിയ ആളായി. മാന്ത്രിക വളയം കൈവശമുള്ള നമ്മൾ മാത്രം സാധാരണക്കാരെ പോലെ ഇങ്ങനെ ആരും അറിയാതെ നടക്കുന്നു. ശരിയാണ്, ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഉടനെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ തീരുമാനം അറിയിക്കാം. എന്താ? അതെ. അങ്ങനെ അവർ 4 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്താ കൂട്ടുകാരെ, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്താ? എന്തു പറ്റി? എന്താ പ്രശ്നം? എന്റെ സഹായം വല്ലതും വേണോ? ആ, നിന്റെ ഇതുവരെയുള്ള സഹായമൊക്കെ മതി. ഞങ്ങൾ ആരാണെന്ന് ഇനി മറച്ചു വെക്കുന്നില്ല. എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. അയ്യോ, അപ്പോൾ മൂങ്ങ സന്യാസി പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളല്ല, നീയല്ലേ മറന്നത്. നിന്റെ കഴിവ് വെച്ച് കാട്ടിലൊരു നിലയും വിലയും നീ ഉണ്ടാക്കി. ഞങ്ങളോ? എനിക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂങ്ങ സന്യാസി ഇതറിഞ്ഞാൽ നമ്മുടെ മാന്ത്രിക കഴിവുകൾ തിരിച്ചെടുക്കും. എടുത്തോട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. വാ, നമുക്ക് പോകാം. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ആനയെ കൂട്ടാതെ തങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കിട്ടിയ മാന്ത്രിക വളയത്തിന്റെ ശക്തി തീയാണല്ലോ. ഞാൻ ഈ കാട് മുഴുവൻ കത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ശക്തി മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മാന്ത്രിക ശക്തിയായ കാറ്റിനെ വെച്ച് തീ ആളി കത്തിക്കാം. എന്നാൽ ഞാൻ അപ്പോഴേക്കും എന്റെ ശക്തിയായ ജലം ഉപയോഗിച്ച് വേഗം തന്നെ ആ തീ കെടുത്താം.
ഇല്ലെങ്കിൽ പണി പാളും. നമ്മുടെ ശക്തി നാലാൾ അറിയുകയും ചെയ്യും. ആർക്കും ആപത്ത് വരികയുമില്ല. എന്താ? അങ്ങനെ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. അവർ ചെയ്യാൻ പോകുന്നത് ഒരു തീക്കളിയാണെന്ന് അവർ അറിഞ്ഞില്ല. പക്ഷേ അവ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. തീ കെടാതെ ആളിപ്പടർന്നു. പണി പാളിയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? ഒന്നും വേണ്ടിയിരുന്നില്ല. ആനക്കുട്ടനെ വിളിക്കാം. അവന്റെ കൈ രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധി കാണും. ആനക്കുട്ടാ. നന്ദിയുണ്ട്. നിന്റെ അറിവും ധീരതയും ഞങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതെ, ഇനി മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കും. നീ ശരിക്കും ഞങ്ങളിൽ ഏറ്റവും ജ്ഞാനിയാണ് പ്രിയ സുഹൃത്തെ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പണ്ട് പണ്ട് ഒരു പുഴക്കരയിൽ ഒരു ആമ ജീവിച്ചിരുന്നു. അങ്ങനെ പുഴയിലും തീരത്തുമായി ഇഷ്ടം പോലെ ഭക്ഷണവും കഴിച്ച് സുഖമായി കഴിയുകയായിരുന്നു നമ്മുടെ ആമ. പെട്ടെന്നാണ് ഒരു കിളി അതുവഴി പറന്നു വന്നത്. ഹായ് ആമച്ചേട്ടാ, ഉച്ചമയക്കത്തിലായിരിക്കുമല്ലേ? അല്ല, ആരിത്? എന്താ ഈ വഴിയൊക്കെ? ഓ, ഒന്നും പറയണ്ട എന്റെ ചേട്ടാ. ആ ആനക്കുട്ടനെ കൊണ്ട് തോറ്റു. എന്താ? എന്തു പറ്റി? അവൻ വീണ്ടും ഞങ്ങളുടെ വീട് തകർത്തു. അയ്യോ കഷ്ടം. അന്ന് നിങ്ങൾ ആ മാക്രി കാരണം വരെ കൂട്ടുപിടിച്ച് അവനെ ഒരു പാഠം പഠിപ്പിച്ചതല്ലേ? അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല. അന്ന് ചെയ്തതിന്റെ വാശി തീർത്തതാണ്. അവൻ അതൊരു ഹരം. കഷ്ടപ്പാട് ഞങ്ങൾക്കും. ആ അത് ശരിയാണ്. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പികളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് നശിപ്പിക്കാൻ ആനക്കുട്ടനെ പോലെ ഓരോന്ന് വരികയും ചെയ്യും. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ വിധി. അല്ലാതെ എന്ത് പറയാൻ? കണ്ടില്ലേ, എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ കൂട്. ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞാനിതിൽ കയറി കൂടും. അതും ശരിയാണ്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയോ വീടുണ്ടാക്കുന്നത്. അതാണ് ആനക്കുട്ടൻ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്നത്. പക്ഷേ വേറെയും ഒരു കാര്യമുണ്ട്. ആ എന്ത് കാര്യം? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്കൊരു വീട് പോലെ താമസിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. ഒരു വലിയ വീടുണ്ടാക്കുക എന്നതല്ല, ആ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഞാൻ എന്നും ഈ പുഴക്കരയിൽ ഒറ്റയ്ക്കാണ്. പുഴക്കരയിൽ മാത്രമല്ല, ജീവിതത്തിലും ഇൻസ്റ്റഗ്രാമിൽ പോലും ആർക്കും എന്നോട് ഒരു ലൈക്കും ഇല്ല. അയ്യോ, ഞാൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അതൊക്കെ പോട്ടെ.
ഞാൻ എപ്പോഴും ചേട്ടനോട് ഈ കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കും. പിന്നെ ചേട്ടൻ അത് ഫീൽ ആയാലോ എന്ന് കരുതിയാണ്. ഇല്ല, ഫീൽ ആവില്ല. നീ ചോദിക്കൂ അമ്മുക്കിളി. ചേട്ടൻ എങ്ങനെയാണ് ഈ വീട് മുതുകിൽ വന്നത്? ഐ മീൻ പുറന്തോട്. അത് വന്നത് എങ്ങനെയാണ്? ഹാ, അതൊരു വലിയ കഥയാണ്. ആണോ? എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല, അങ്ങനെയല്ല, ഞാൻ ചുരുക്കി പറയാം. ആ, എന്നാൽ ഓക്കെ. എന്റെ മടിയും മുതുമുത്തശ്ശനാണ് ഇതിനെല്ലാം കാരണം. അങ്ങേര്
ഒന്നും ചെയ്യരുതേ. ഇല്ല, നീ പറ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച മഹാരാജാവ് പോയത്. സിംഹരാജാവ് വരുമ്പോൾ നിന്നെ ശരിയാക്കിയത് കണ്ടാൽ മൂപ്പർ എന്നെ ശരിയാക്കും. നീ കാര്യം പറ. അത് പിന്നെ ചെന്നായുടെ വാലിന്റെ കൂടെ ഒരു കുറുക്കന്റെ വാലും ചേർത്ത് വേണം തേൻ തിളപ്പിച്ച് കഴിക്കാൻ. എന്നാലേ ഈ തേനിന്റെ ശക്തി ഫലിക്കൂ. ദൈവമേ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് നീ ആ വട്ടൻ രാജാവിനോട് പറയല്ലേ. പറയാതെ പിന്നെ മാന്ത്രിക തേനിന്റെ ശക്തി ഫലിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ശരിയാകില്ലേ രാജാവ്? ആ രാജാവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ കാശിക്ക് പോയെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ മഴ മാറി കരടി തന്റെ തേനുമായി വീട്ടിലേക്ക് പോയി. മിടുക്കനായ കരടിക്ക് അവസരോചിതമായ ഇടപെടൽ കാരണം സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ജീവിതത്തിൽ പേടിക്കാതെ മുന്നേറുക. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. അങ്ങു കിഴക്ക് സൂര്യനുദിച്ചാൽ നേരം പുലരുമല്ലോ. മേലോട്ടു നോക്കിയാൽ അന്നേരം നല്ലൊരു സൂര്യനെ കാണാമല്ലോ, സൂര്യനെ കാണാമല്ലോ. മേഘങ്ങൾ ചിത്രം വരയ്ക്കുന്നൊരാകാശം കാണേണ്ട കാഴ്ചയല്ലേ. മഴമേഘം വന്നു കറുപ്പിച്ചൊരാകാശം കാണാനിരുട്ടുമല്ലേ. ഏഴു നിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം, ഏഴു നിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം. രാത്രിയിൽ നക്ഷത്രക്കൂട്ടമായി ചന്ദ്രൻ ചിരിക്കുന്ന നേരമായി. ചെറുതായി വലുതായി വട്ടത്തിൽ നീളത്തിൽ ചന്ദ്രനോ മാറി മാറി, ചന്ദ്രനോ മാറി മാറി. സൂര്യനും ചന്ദ്രനും നക്ഷത്രക്കൂട്ടവും മഴയും മഴമേഘവും മഴവില്ലു തെളിയുന്നൊരാകാശം. അങ്ങനെ കാഴ്ചകൾ എത്രയാണ്, കാഴ്ചകൾ എത്രയാണ്. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം.